എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും വളരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഉറ്റച്ചങ്ക് പോളിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വിളവെടുപ്പ് ദിവസമാണെന്ന്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിളവെടുത്തു, ഇന്നും കുറച്ച് വിളവെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഒറ്റ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ വിളവെടുപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. പോളി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പറിച്ചായിരുന്നു. ബാക്കിയുള്ളത് ഇന്ന് പറിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില പച്ചക്കറിയൊക്കെ പെട്ടെന്ന് പഴുത്തു പോകും, കാലാവസ്ഥ മാറി പെട്ടെന്ന്. അപ്പോൾ ഇന്ന് തന്നെ പോളി നമുക്ക് പറിക്കാനുള്ള സംഭവം മുഴുവൻ നമുക്ക് അവസാനം കാണിക്കുകയും ചെയ്യാം അല്ലേ? മുളകുണ്ട്, പാവയ്ക്ക്, പടവലം എല്ലാം നമുക്ക് പറിച്ചിട്ട് അവസാനം എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കാം അല്ലേ? പോളി, ആദ്യം അപ്പോൾ എന്നാ നമുക്കുള്ളേ? തക്കാളി ഉണ്ട്. തക്കാളി അല്ലേ? തക്കാളി വെറൈറ്റി തക്കാളിയാണ്. ഓ, ഇതേത് എന്നാ തക്കാളിയൊക്കെ? അത് ഇത് റെഡ് കളർ ഇറ്റാലിയൻ ഡാർക്ക് എന്ന് പറയുന്നതാണ്. ഇറ്റാലിയൻ ഡാർക്ക് അല്ലേ? ഇറ്റാലിയൻ ഡാർക്ക് കണ്ട. അതായത് ഇത് അതായത് ഒരു ഇച്ചിരി കറുപ്പും ഇതുകൂടെ കൂടി. ഇത് പഴുത്താണ്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഞാൻ ഇത് കഴിച്ചിട്ടില്ല. ഇത് നല്ല ടേസ്റ്റ്, ഇത് നല്ല ഫ്ലേവർ ആണ് ഈ സാധനത്തല്ലേ? ഇറ്റാലിയൻ ഡാർക്ക്. അത് കുറെ അവിടെ ഉണ്ടല്ലോ. ഇത് കുറെ ഉണ്ട്, വലുതൊക്കെ ഉണ്ട്. ഓക്കെ 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 ഓക്കെ. കുറച്ചുണ്ട് നല്ല വലിയ വലിപ്പമുള്ളതാണ്. ഓക്കെ ഓക്കെ. നമ്മുടെ നോർമൽ ടൈപ്പ് തക്കാളി. അതെ. ഓക്കെ ഓക്കെ. പിന്നെ അടുത്തത് ക്യാരറ്റ് അല്ലേ? ക്യാരറ്റ് ഉണ്ട്. നാളെ നമ്മളെപ്പോഴും ക്യാരറ്റ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് വെറുതെ ഇങ്ങനെ പറിച്ച് എടുക്കാം. ക്യാരറ്റ് ഉണ്ടല്ലോ, ഒന്നാന്തരം ക്യാരറ്റ്. ഇഷ്ടം പോലെ ക്യാരറ്റ് ആണ് പറിച്ചെടുക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ക്യാരറ്റിന്റെ വിളവെടുത്തു. ഇനി അടുത്തത് റെഡ് ഓണിയൻ. അതും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇഷ്ടംപോലെ. അത് പറക്കേണ്ട സമയം കഴിഞ്ഞു. അതെ അതെ, ഇങ്ങനെ കിടക്കുക. ഞാൻ ആവശ്യാനുസാരം നമുക്ക് എടുത്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലേ, അടിപൊളി. നല്ല റെഡ് ഓണിയൻ, നല്ല കിടുക്കൻ സാധനം. അപ്പൊ റെഡ് ഓണിയൻ കഴിഞ്ഞ പറഞ്ഞാൽ അടുത്ത പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് ആണ്. ഈ ബീറ്റ്റൂട്ടിന്റെ ഒരു പ്രത്യേകത എല്ലാ ഇയറിലും നമുക്ക് നടാം. അതായത് 5 ദിവസം നമുക്ക് പറിച്ചോണ്ടിരിക്കാം. അതിന് വലിയ ഇന്ന സീസൺ ഒന്നുമില്ല. നല്ല വലിപ്പമുള്ള ഇതാണ്. ഒരു ബീറ്റ്റൂട്ടിന്റെ വലിപ്പം കണ്ടോ? അതെ അതെ. ഒരു 1/2 കിലോളം വരും അല്ലേ? 1/2 കിലോ മിൽസ് കൊണ്ട് വരണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇഷ്ടം പോലെ ബീറ്റ്റൂട്ട് ഉണ്ട്. ഇഷ്ടം പോലെ. ഞാൻ പറയാം 360 ദിവസം പച്ചക്കറി കിട്ടുന്ന വീടെന്ന് പറയുന്നത്. അതിനായിരുന്നു സംഭവം. ഞാൻ വെളുത്തുള്ളി ഉണ്ടായിരുന്നതാണ്. ആണോ? വല്ലതും ഉണ്ടോ അതിനകത്ത്? അല്ല, വിത്തിന് കുറച്ച് നിർത്തിയുണ്ട്. വിത്ത് പറിക്കാറായി, നമുക്ക് പറിക്കാം അല്ലേ? ഓക്കെ ഓക്കെ. ഇത് വേറെ പോയത് വിത്തിനിട്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഒന്നാമതിന് വെളുത്തുള്ളി കിടുക സാധനം. നല്ല മണം. അത് കിളച്ചപ്പോ തന്നെ നല്ല മണമുണ്ട്. നല്ല ഇതാണ്. ഉണങ്ങിയത് വിത്തിനായിട്ട് നിർത്തിയായിരുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. മുളക് ഇഷ്ടം പോലെ. ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഉണങ്ങി പോകേണ്ടതാണ് ഇതല്ലേ? ഓക്കെ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ വന്ന് കൊണ്ടുപോകാതിരിക്കും അല്ലേ? കഞ്ഞി പോരും, പറിച്ച് തുടങ്ങിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇഷ്ടം പോലെ മുളകുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കണിവെള്ളരി ഉണ്ടായിരുന്നല്ലോ. കണിവെള്ളരി ഉണ്ട്. ഈ പ്രാവശ്യം ഉണ്ടോ? ഓക്കെ ഓക്കെ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം പറിക്കതേ. വിളവെടുക്കാനായിട്ട് വിളവെടുത്ത് കഴിഞ്ഞു. കാലി കിടക്കുന്നതാണ്. പറിച്ചെടുക്കുക. ഇതുണ്ട് ഒന്നാന്തരം. വലുതാ കഴിഞ്ഞു. ഇപ്പൊ കാലിയായത്. ഓക്കെ ഓക്കെ. കണിവെള്ളരി അടിപൊളി സാധനം അല്ലേ? തോട്ടം കാലിയായി പറയണം. ഓക്കെ ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണിവെള്ളരിയൊക്കെ കണ്ടു. പക്ഷെ അതിൽ ഇമ്പോർട്ടന്റ് നമ്മുടെ ഹൈലൈറ്റ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു തണ്ണിമത്തങ്ങ വെക്കണം. ഇതാണ് തണ്ണിമത്തണ്ട്. പറിക്കാറായോ? കാലി കിടക്കുന്നു. ഇഷ്ടം പോലെ പറിച്ചു കഴിഞ്ഞാണ്. പറിച്ച് കുറെ പുള്ളി നേരത്തെ പറിച്ചു. ഇപ്പൊ പറിക്കാനുള്ള സാധനം എത്ര വെറൈറ്റി ഉണ്ട്? ഇത് 3 വെറൈറ്റി. ഇത് ആദ്യമായിട്ട് പറിക്കുകയാണ്. ഇത് ഒരെണ്ണം പറിച്ചല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എത്ര പറിച്ചു? കഴിഞ്ഞ 3-4 പറിച്ചത് കഴിഞ്ഞാണ്. തോട്ടം കാലിയായതാ. എനിക്ക് റൗണ്ടിലേ അല്ലേ? ഇത് സൂപ്പർ സാധനം. ഇത് മുറിച്ച് നമുക്ക് ഇന്ന് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് തിന്നു നോക്കാം. ഇത് വേറെ ഒരു വെറൈറ്റി. യെല്ലോ ആണ്. യെല്ലോ കളറാണ്. അതിനകത്തല്ലേ? അകത്ത്. ഓക്കെ ഓക്കെ. 3 വെറൈറ്റി ഉണ്ടല്ലേ? 3 വെറൈറ്റി ഉണ്ട്. ഇത് ഇവിടെ ലോക്കൽ. അതേണ്ട കിടക്കത്തെ ഒന്നാന്തരം തണ്ണിമത്തങ്ങ. അതിന് കളറകത്ത് ചുമന്നായിരിക്കും അല്ലേ? ഇത് ഈ വെറൈറ്റി ആണ്. ഓക്കെ ഓക്കെ. എവിടെയൊക്കെ ഉൾമുളകൊക്കെ ഉണ്ട്. അടിപൊളി. തണ്ണിമത്തങ്ങ അതേ പറിച്ചു കൈ വെച്ചു. ഇനി അടുത്ത് വേറെ വെറൈറ്റി. ഇതെങ്ങനെ നോക്കാം? അതും അങ്ങനെ നോക്കാം. അപ്പൊ 2 നമുക്ക് മുറിക്കുകയും ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. ഈ സീസണൽ ഫ്രൂട്ടിന്റെ കാര്യം പറയുന്നത് പേര്. ഇത് പേര് ഇഷ്ടം പോലെ പേരുണ്ട്. അത് പറിക്കാറായത് ഒന്നാന്തരം ജ്യൂസി പേർ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ആണ്. നല്ല കിടുവ സാധനമാണ്. ഇത് കണ്ടത്. അതിപ്പോ തീരും. അതിന്റെ സീസണാണ് ഇപ്പൊ. ആപ്പിള്, പേർ, ഇതിന്റെ ഒക്കെ സീസണാണ് ഇപ്പൊ ഓസ്ട്രേലിയയിൽ. കണ്ടില്ലേ? നല്ല കിടു. ചെറിയ ചെടിയാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? നമുക്ക് ഇഷ്ടംപോലെ പറിച്ച് അത്യാവശ്യം. അതെ. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സുകളുടെ ഒരു വിളവെടുപ്പാണ്. അപ്പൊ ഇപ്പം പീച്ച് ഉണ്ടല്ലോ. നല്ല കിടു പീച്ച്. ഇത് പഴിക്കാറായി കേട്ടോ. പഴുത്ത അതെ ഒന്നാന്തരം പീച്ച്. അതെ കിടു പീച്ച് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇഷ്ടം പോലെ. അതെ. ഫ്രൂട്ട് വെറൈറ്റി ആണ് ഇപ്പം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ? ഒന്നാന്തരം പീച്ച്. ഇത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. മത്തങ്ങ ചെയ്തു. മത്തങ്ങ അത് കാണിച്ചു. മത്തങ്ങ പറിക്കാറായല്ലോ. മത്തങ്ങ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ മത്തങ്ങ സെറ്റ് ആവും അല്ലേ? പറിക്കാറായി. ഇല്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് മതി. കാരണം നോക്കാം നമുക്ക്. അതായത് ഇപ്പൊ 2 നല്ല കിടക്കായിട്ട് ആയിട്ടുണ്ട്. ഉള്ളിൽ വേറെ ഉണ്ടോ? പൊളി കപ്പയുണ്ടല്ലോ. പൊളി ഈ പ്രാവശ്യം
ഇത് ഇവിടെ ഒരു കസിൻ തന്നതാണ്. ഇത് തായ്ലൻഡ് കുള്ളൻ എന്ന് പറയും. തായ്ലൻഡ് കുള്ളനോ? 4 മാസം മതി വിളവെടുപ്പിന്. ഓ, അങ്ങനെയാണ് സംഭവം. ഇത് 1 മാസം കഴിയുമ്പോൾ പറിക്കാതെ. ഈ തായ്ലൻഡ് കുള്ളൻ അല്ലേ? ഇത് കൊള്ളാം, അടിപൊളി. 4 മാസത്തോളം ഇരുന്നുള്ളൂ. അത്യാവശ്യം അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് എടുക്കണം പറിക്കാൻ നേരത്തെ. നമുക്ക് കോവയ്ക്കുണ്ട്. കോവയ്ക്ക ഈ പ്രാവശ്യം അത് പക്ഷേ പതുക്കെ ആകുന്നേ ഉള്ളൂ അല്ലേ? കോവയ്ക്ക വൈകി നട്ട് ഇതാണ്. ഓക്കെ. കോവയ്ക്ക ആയാലും ഉണ്ട് അല്ലേ? നല്ല കോവയ്ക്ക. ഒരെണ്ണം കഴിച്ചു നോക്കി. സൂപ്പർ. ഇത് കഴിക്കാനൊന്നുമില്ല, ഇത് കാണുമ്പോഴത്തേക്ക് അറിയാം നല്ല കിടുക്കാച്ച സാധനമാണ്. കണ്ടല്ലേ, ഒന്നാമത്തെ സാധനം കണ്ട സൂപ്പർ സാധനമാണ്. കാരണം ഇത് കാണുമ്പോൾ അറിയാം. അടിപൊളി, നല്ല ക്രഞ്ചിയാണോ? ഫ്രഷ് സാധനം. അടിപൊളി, സൂപ്പർ. ഇനി അടുത്ത കോവയ്ക്ക കഴിഞ്ഞ തന്നെ പാവയ്ക്ക. പാവയ്ക്ക ഈ ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അത് കുറച്ചൊരു പഴുത്ത് പോയി തോന്നുന്നു. കാലാവസ്ഥ ഇവിടെ കാലാവസ്ഥയുടെയാണ് ഈ പഴുത്തതെന്ന് തോന്നുന്നു അല്ലേ? എന്നാലും കുറച്ച് പറിക്കാറായാലോ? എന്നാലും ഫ്രഷ് പാവയ്ക്കല്ലോ നോക്കി. ഓ, ഫ്രഷ് സാധനം, ഒന്നാന്തര സാധനം, നല്ല കിടുക്കൻ സാധനം, ഓർഗാനിക് സാധനം. അതാണ് അതിനകത്ത് ഒരു പച്ചക്കറി കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല ഓർഗാനിക് സംഭവങ്ങളല്ലേ? കണ്ടല്ലേ? പടവലങ്ങ ഉണ്ട്. പടവലങ്ങ ആയി തുടങ്ങി. നല്ല ഒന്നാന്തര സാധനം അല്ലേ? എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ പടവലങ്ങ ഇച്ചിരി വലിപ്പമുള്ള, വലിപ്പം കുറവുള്ള ടൈപ്പാ. എനിക്ക് ആണോ? ഇഷ്ടംപോലെ ഉണ്ട് സാധനം, ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഒറ്റ കടയുള്ളൂ. അതെ അല്ലേ? ഒരു തൈ ഉള്ളൂ. അതിന് ഇഷ്ടം പോലെ പടവലങ്ങ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് അമരപ്പയറുണ്ട് തോന്നല്ലോ. ഇതൊരു വെറൈറ്റി കൃഷിയാണ്, ആദ്യം കൊണ്ട് ചെയ്യുന്ന അമരയല്ലേ? അമരപ്പയർ ഒരു ഞെട്ടിയുമ്പോ തന്നെ ഉണ്ടാ. ഓക്കെ. ഞെട്ടുമ്പോ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇച്ചിരി ആകാനുണ്ടോ അല്ലേ? കുറച്ച് ആവാനുണ്ട്. എനിക്ക് 2 ആഴ്ചത്തെ അല്ലേ? ഒരാഴ്ച എടുക്കും. നിറച്ചുണ്ട്. അപ്പുറത്തേമൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് അല്ലേ? അവിടെയൊക്കെ ഉണ്ട്. അത് കൊള്ളാം. അതിന് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാന്നല്ലോ ഈ കൃഷി. അത് നമ്മൾ മുമ്പേ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ പ്രാവശ്യം. തണ്ണിമത്തങ്ങ എല്ലാം അല്ലേ? അടുത്ത പ്രാവശ്യം നമ്മൾ വേറെ സെറ്റ് ആക്കും. വേറെ കൃഷികള്. ഈ പയറുണ്ട്. ഒരു സൈഡിലെ പയർ തീർന്നു. പയറുണ്ടല്ലേ പോളി? പയറുണ്ട്. ഒരു സൈഡിലെ തീർന്നു. അടുത്ത സൈഡിലെ റെഡി ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഒരു വ്യത്യസ്തമായ ഈ സൈഡിൽ തീർന്നു. കുറെ നാള് കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സൈഡിലല്ലേ? പയറെല്ലാം പറിക്കാറായല്ലോ? ഇത് ഈ സൈഡിലെ പറിക്കാറായി. അടിപൊളി. ചൊരക്കാണ്ടല്ലോ ഇവിടെ? ചൊരക്കുണ്ട്. ഇതിനേക്കാളും വലുത് നാട്ടിലോ വിദേശത്തോ ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് വിടണേ. അതെ, ഒരു കമന്റ് വിടണം അല്ലേ? എനിക്കൊന്ന് പോളിയുടെ ആണോ ഇത്രയും വലിയൊരു സാധനം? ഓയ്യോ, അത് ഭയങ്കര ഇതാണല്ലോ. എന്നാ വലുപ്പം അതിനല്ലേ? മൂത്തിട്ടില്ല. ഓക്കെ, അത് അടിപൊളി സാധനമാണ്. വലുത് ആർക്കും കിട്ടിയെങ്കിൽ ഒന്ന് പറയണേ. അതെ, ഇത്രയും വലുപ്പമുള്ള നീളമുള്ള സാധനം അല്ലേ? ഓക്കെ, അത് കലക്കി. അപ്പൊ നമ്മള് വേറെ ചൊരക്ക ഇതിന് മുകളിൽ ഇതിൽ വലുപ്പമുള്ള സാധനം. അയ്യോ, അത് ശരിയാട്ടോ. ഇത് ഭയങ്കര വലുപ്പമുള്ളത് ഇതിന്റെ മോളിൽ കിടക്കുന്നത്. ഇതും പറിക്കാറായല്ലോ പോളി അല്ലേ? പറിക്കാറായത്. ഇതിന്റെ മുകളിൽ ഇഷ്ടം പോലെ ചൊരക്ക. 1, 2, 3 കിടപ്പുണ്ട് അല്ലേ? 3-4 ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം കിടപ്പും. പക്ഷെ എന്നാലും കൂടെ ഭയങ്കര വലുപ്പം. പക്ഷെ മറ്റേനാണ് നമ്മളിപ്പോ പറിച്ചതിനാണ് നേരെ ഉള്ളത്, നീളത്തിലുള്ളതേക്കുന്നത്. ഇതൊരു വേറെ ടൈപ്പ് മുളകാണ് തോന്നുന്നത്. നല്ല മുളക്. ഇത് നാട്ടിലെ മുളകാണ്. നമ്മുടെ നാടൻ മുളക്. നല്ല എരിവുള്ളല്ലേ? മുമ്പ് നമ്മൾ കണ്ട എരിവില്ലാത്ത. ഇത് കിടക്കണം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിക്കൂടി തീർന്നു. നല്ല ടേസ്റ്റ് ആണല്ലേ? ഓക്കെ. വെണ്ട ആയി വരുന്നുണ്ടല്ലോ പോളി? ഇപ്പൊ വെണ്ട ആയി തുടങ്ങുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞായിരുന്നു. കുറച്ചല്ലേ? ഇത് 2ാമത്തെ സെക്ഷൻ ആയി വരുന്നു. ഓക്കെ. കുറച്ച് നമ്മൾ ഇന്നാൾ കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നല്ലോ കുറച്ച് അല്ലേ? അതല്ലേ ഇന്നാളോട് പറഞ്ഞത്? ഓക്കെ. അപ്പൊ ആയി വരുന്നുണ്ട്. അടുത്ത സെറ്റ് ആയി വരുന്നുണ്ട്. തണ്ണിമത്തങ്ങ മുറിച്ച് നമ്മുടെ ഈ പ്രാവശ്യം തണ്ണിമത്തങ്ങ ഈ പ്രാവശ്യം നമ്മൾ വെറൈറ്റി കൃഷിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല തണ്ണിമത്തങ്ങയാണെന്ന്. ഭാര്യയ്ക്ക് തന്നെ മുറിച്ച് കൊടുത്ത് എങ്ങനെ? സീഡ്ലെസ് ആണല്ലേ? ഒന്ന് മുറിച്ച് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയാണെന്ന് ഇടുക. നല്ല അല്ലേ? ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് തണ്ണിമത്തങ്ങ ഈ പ്രാവശ്യം അട്ടിപ്പൊളി. നല്ല കളർ. ചെറിയ സീഡ് ഒരു സൈഡിലല്ലേ? ഓക്കെ. അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാ കഴിച്ചിട്ടെ. വലിയ പീസ എങ്ങനെ നല്ല അല്ലേ? നമ്മുടെ അതേ ടേസ്റ്റ് അല്ലേ നമ്മുടെ അല്ലേ? ഹോട്ടലിലെ അല്ല ഹോട്ടലിലെ പോട്ടെ, നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നത് അല്ലേ? എനിക്കൊന്ന് ഇച്ചിരി മധുരം ഉണ്ടെന്ന് തോന്നുന്നു. മധുരം കൂടുതലുണ്ട്. അടിപൊളി, സൂപ്പർ സാധനം. പിന്നെ മരുന്നൊന്നും ഇല്ലാണ്ട് കിട്ടുന്നതല്ലേ? അതെ, അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പോളിയുടെ ഇരിക്കുന്ന വ്യത്യസ്തമായ ഒരു സാധനം. ഇതിന് തന്നെ വലിപ്പമല്ലേ? ഇതൊരു 10 കിലോയിലുണ്ട്. കുറഞ്ഞ 10 കിലോ ഉണ്ട്. അപ്പോൾ അതാണ് ഈ പ്രാവശ്യത്തെ കൃഷി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അടുത്ത പ്രാവശ്യം ഇതേ കൂടുതൽ വ്യത്യസ്തമാക്കണം. വെറൈറ്റി കൃഷിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാം തണ്ണിമത്തയൊക്കെ വെറൈറ്റി ഇടണമെന്നുള്ളത്. അപ്പോൾ ഇതേ തണ്ണിമത്തയൊക്കെ ഈ പ്രാവശ്യം വെറൈറ്റി ആയിരുന്നു. കുറച്ച് ഫ്രൂട്ട്സും എല്ലാം നമ്മൾ കുറച്ച് അപ്പോൾ ഈ പ്രാവശ്യം മണ്ണിൻ്റെ മണമുള്ള അല്ലേ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രുചിയുള്ള അതെ ഇഷ്ടപ്പെടുന്ന വിശേഷം ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം.